നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും രണ്ടുപേരും ബ്രാൻഡാണ്. ഏറ്റവും കൂടുതൽ എപ്പോഴും ഹ്യൂമൻ റിലേറ്റഡ് വാല്യൂസ് ഒക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ വാല്യൂ സിസ്റ്റം എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിയോണ്ട് പൊളിറ്റിക്സ് രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് കൺസിസ്റ്റന്റ് ആയിട്ട് നരേന്ദ്രമോദിക്ക് വിജയിക്കാൻ, രാഹുൽ ഗാന്ധിക്ക് അത്തരം ആസ്പെക്ടിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വിജയിക്കാൻ സാധിക്കാതിരുന്നതും തമ്മിൽ ഞാൻ കണ്ട ഒരു കാരണം, നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഉണ്ട്, ഒരു ഐഡന്റിറ്റി. നെഹ്റു ജാക്കറ്റ് എന്ന് പറയില്ല, മോഡിക്കോട്ടായി. കഴിഞ്ഞ കുറെ വർഷങ്ങൾ ഇന്ത്യയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും മാറുന്നത് പോലെ ഒരു ജാക്കറ്റ് പോലും നെഹ്റു ജാക്കറ്റ് എന്ന ജാക്കറ്റിന് മോഡി കോട്ടായി മാറി. ഹീസ് ക്ലാസിക് ഇൻ ദാറ്റ് യൂണിഫോം. നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ കാണാൻ ഏത് കുട്ടിക്കും കണ്ണടച്ചാൽ ആ ഒരു സെറ്റേറെ വരുള്ളൂ. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് വാല്യൂസ് ഉള്ള, വളരെ ലവബിൾ ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ചിലപ്പോൾ ജീൻസ് ഇട്ടായിരിക്കും എന്റെ ഇമേജിൽ വരുന്നത്. ചിലപ്പോ ഒരു വെള്ള ജുബ്ബ, ചിലപ്പോ താടിയുണ്ട്, ചിലപ്പോ ക്ലീൻ ഷേവാ. ഒരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കാത്തത് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു ബ്രാൻഡ് ബിൽഡിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലേക്കുണ്ട്, പക്ഷെ മനസ്സിലില്ല. വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അപ്പം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാൻ ചിലപ്പം ഈ പറഞ്ഞ ഐഡന്റിറ്റി ക്രൈസിസ് എവിടെയൊക്കെയോ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹൃദയത്തിലും മനസ്സിലുമാണ്